ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ സ്ത്രീയുടെ വിഷയം ഞാനത് പറയാൻ കാരണം ഈ സ്ത്രീയുടെ വിഷയത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി പറയുണ്ടായി ജാസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി. അപ്പോൾ അവളെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കണമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ അതെ, ഈ പ്രമുഖ പറഞ്ഞ പെൺകുട്ടി ആ കുട്ടി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഓൾറെഡി ഈ ഒളിവിൽ പോയ ഈ എന്താണ് ഷിഞ്ചിത അല്ലേ, ഷിഞ്ചിത ആ പെൺകുട്ടി എനിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ്? എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി, എൻ്റെ ജെൻഡറിനെ കുറിച്ച് കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് അതിനെക്കുറിച്ച് ആ കുട്ടി വീഡിയോ ഞാൻ വളരെ ഇപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ആ കുട്ടിയുടെ കമൻറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മയില്ല അത് ആ കുട്ടിയാണെന്നതൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയ സമയത്ത് ഓൾറെഡി ആ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അത്രത്തോളം ആ കുട്ടിയുടെ ഒരു ഇതെന്താ, എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് നെഗറ്റീവ് ചെയ്തിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇവരൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവരൊന്നും എൻ്റെ പേഴ്സണൽ ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ല ഇവരെന്നെ ട്രോളുന്നത്. അപ്പോൾ അത്തരത്തിലൊരാളാണ് ആ ഷിഞ്ചിത പറഞ്ഞ വ്യക്തി. അയാൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷിഞ്ചിത തമ്മിൽ കോൺടാക്റ്റോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് ഒന്നാമത് ഈ ഒരു പ്രശ്നം ഇത്രയും ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ വെറുതെ എൻ്റെ പിടിച്ച് ഇട്ടത് എനിക്ക് ഭയങ്കര വിഷമമായി അത് കണ്ടപ്പോൾ. കാരണം ആ അമ്മയുടെ കണ്ണീരും ആ കൂട്ടുകാരൻ്റെ കണ്ണീർ കാണുമ്പോൾ എൻ്റെ മനസ്സ് ചങ്കും പൊട്ടിയതാണ്. കാരണം ഒരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ആ അമ്മയ്ക്ക് ആ കുടുംബത്തിനും അത് ക്ഷമിക്കാനും പൊറുക്കാനുള്ളൊരു ശക്തി ദൈവം കൊടുക്കട്ടില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ വെറുതെ എൻ്റെ പേര് വലിച്ചിട്ടയക്കുമ്പോൾ ജാസ്തിയുടെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി. എന്തിനാണ് വെറുതെ അതിലൊക്കെ എൻ്റെ പേരിട്ട് വലിച്ചയക്കുന്നത്? പിന്നെ കുറേ ആൾക്കാരൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെ റീച്ചിന് വേണ്ടി ഒരാളെ പേരും പബ്ലിക്കലി പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ജാസി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ റീച്ചാണ് വേണ്ടത്, മെയിനായിട്ട് അവർക്ക് വേണ്ടത് റീച്ചാണ്. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ജാസിൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടുന്നു, ജാസിൻ്റെ ഫോട്ടോ വെച്ചാൽ റീച്ച് കിട്ടുന്നു. ഇപ്പോൾ ലാസ്റ്റ് തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടു, അതിൽ വളരെ നല്ല വീഡിയോ ആണ്. ആ വീഡിയോ പറഞ്ഞ് അവസാനിക്കുന്നത് എൻ്റെ നെഗറ്റിവിറ്റിയിലായിട്ട് ആണ്. അപ്പോൾ അവർക്കറിയാം എവിടെ കൊടുത്താലും റീച്ച് കിട്ടും, അല്ല എവിടെ കൊടുത്താലും റീച്ച് ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൊക്കെ എൻ്റെ പേര് വലിച്ചേക്കുമ്പോൾ അത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത്.